കൊല്ലം ഇരവിപുരം സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ RSPയിൽ അനിശ്ചിതത്വം. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രന് സെക്രട്ടേറിയറ്റിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടും അംഗീകരിക്കാതെ ഷിബു ബേബി ജോൺ. സമവായ സ്ഥാനാർത്ഥി വരണമെന്നാണ് ഷിബുവിന്റെ ആവശ്യം. സമവായ സ്ഥാനാർത്ഥിയായി RYF നേതാവ് വിഷ്ണു മോഹന്റെ പേരും നിർദ്ദേശിച്ചു. ഷമീർ അബ്ദുള്ളാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, ഈ NK പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും തമ്മിലുള്ള ഒരു അസ്വാരസ്യം കൂടുതൽ വെളിപ്പെടുകയാണോ? എങ്ങനെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിക്കായിട്ടുള്ള പിടിവലി നടക്കുന്നത്? കടുത്ത വിഭാഗീയതയാണ് ഈ സീറ്റ് സംബന്ധിച്ചുള്ള RSPയിൽ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന മണ്ഡലം കമ്മിറ്റിയിലും NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രന് 8 വോട്ടുകൾ ലഭിച്ചു. തൊട്ടടുത്ത് മത്സരിച്ചിരുന്ന MS ഗോപകുമാറിന് 4 വോട്ടുകളാണ് ലഭിച്ചത്. അതിനുശേഷം ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അയക്കുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് രാവിലെ ചേർന്നെങ്കിലും ഭൂരിപക്ഷം ആളുകളും NK പ്രേമചന്ദ്രന്റെ മകൻ മത്സരിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു. ഭൂരിപക്ഷം ഉണ്ടായിരിക്കെ അത് അംഗീകരിക്കാൻ സംസ്ഥാന RSPയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ചവറയിൽ മത്സരിക്കുന്ന ഷിബു ബേബി ജോൺ തയ്യാറായിട്ടില്ല. പാർട്ടിയുടെ ചട്ടക്കൂട് അനുസരിച്ച് അത് അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ ഷിബു ബേബി ജോൺ തയ്യാറാകുന്നില്ല. അദ്ദേഹം വളരെ ഭീഷണികൾ അതിൽ മുഴക്കി എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെ സമവായ സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് പാർട്ടി എത്തുന്നു. പാർട്ടിയുടെ നിലവിലെ ആക്ടിംഗ് സെക്രട്ടറി അസീസ് RYFന്റെ സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹന്റെ പേര് നിർദ്ദേശിച്ചു. വിഷ്ണു മോഹന്റെ പേര് അംഗീകരിക്കേണ്ടതില്ല എന്നാണ് പ്രേമചന്ദ്രൻ വിഭാഗത്തിന്റെ ആവശ്യം. അങ്ങനെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ചേരുകയാണ്. ഇരവിപുരം മണ്ഡലം കമ്മിറ്റി ഇതിനോടകം തന്നെ അതിൽ എതിർപ്പ് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി തുടരുകയാണ്. എന്തായാലും ഇരവിപുരം സീറ്റ് സംബന്ധിച്ച് പ്രേമചന്ദ്രൻ ഷിബു ബേബി ജോൺ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ശരി ഷമീർ.